ഫ്രണ്ട്സ്, അജിന്ത്യ പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചേച്ചി കണ്ടില്ലേ കുളിച്ച് അമ്പലത്തിലേക്ക് പോവാം. അതേപോലെ തന്നെ കേട്ടോ, ഞങ്ങളൊന്ന് അമ്പലത്തിലേക്ക് ഒന്ന് പോവുകയാണേ. ഇന്ന് ഏകാശിയാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക്, ധന്വന്തരി ക്ഷേത്രത്തിലേക്ക് നമ്മളിവിടെ എപ്പോഴും വരാറുണ്ട് ഈ അമ്പലത്തിലേക്ക്. കണ്ടോ, മഞ്ഞു പെയ്യണ കാലത്ത് രാവിലെ എന്നല്ല പറയാം, മഞ്ഞു പെയ്യുന്ന രാവിലെ ഇതാ ഈ കുളങ്ക കണ്ടോ, നമ്മുടെ ധന്വന്തരി ക്ഷേത്രം. അതിൻ്റെ ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ. എന്ത് മഞ്ഞാണല്ലേ. അങ്ങനെ ഇതാ പൂക്കൾ വിടർന്ന് നിൽക്കുന്നു ഈ വീട്ടിൽ. പിന്നെ തൊട്ടപ്പുറത്തെ നമ്മുടെ ധന്വന്തരി ക്ഷേത്രം. ഈ വരമ്പിലൂടെ ചേച്ചി ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണല്ലേ. നമ്മുടെ ആ ഒരു നമ്മുടെ സൗന്ദര്യം ഇത് പറയില്ലേ, പ്രകൃതിയുടെ സൗന്ദര്യം. രാവിലെ കുടിച്ച് തൊഴുത് അമ്പലത്തിൽ പോകുന്ന എന്നുള്ളത്. പിന്നെ ഇതാ കമ്മൽ പൂവ് എന്നാണ് ഞങ്ങൾ ഈ മഞ്ഞപ്പൂവിനെ കമ്മൽ പൂവ് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഒരു കൊക്ക് അവിടെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരു കൊക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ആ പച്ച മഞ്ഞ വെള്ള കൊക്ക് എന്താ അങ്ങനെ 2025 ഡിസംബർ 31 വൈകുണ്ഠ ഏകാദശിയും കൂടിയാണല്ലോ. അപ്പോൾ ഞാനും എൻ്റെ ഏട്ടനും കൂടെ അമ്പലത്തിൽ തൊഴാനായിട്ട് വന്നതാണ് കേട്ടോ. ധന്വന്തരി ക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത്. വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് ധന്വന്തരി ക്ഷേത്രത്തിൽ എത്തുമ്പോൾ തന്നെ വല്ലാത്തൊരു എനർജിയാണ്. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു എനർജിയാണ്. പക്ഷേ വൈകുണ്ഠ ഏകാദശിക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ ഡിസംബർ 31 2025 തീരുമ്പോഴത്തെ ഒരു സന്തോഷവും. നമ്മൾ പറയില്ലേ, നമുക്ക് എന്തെങ്കിലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. പക്ഷേ നമുക്ക് വർഷങ്ങൾ കഴിയും തോറും നമുക്ക് വളരെ സന്തോഷമാണ്. അടുത്ത വർഷം എല്ലാം പുത്തൻ ഉണർവ്, പുത്തൻ ഉന്മേഷം, പുത്തൻ സന്തോഷം. എല്ലാം പുത്തനാണല്ലോ. 1-ാം തീയതി മുതൽ എല്ലാം പുത്തൻ. നമ്മൾ മാത്രമേ ഉള്ളൂ പഴയത്. പക്ഷേ നമ്മളും പുത്തനാണെന്നുള്ളൊരു ചിന്ത, ഒരു പ്രവൃത്തി, അതൊക്കെയാണല്ലോ നമ്മളെ ഓരോ വർഷവും മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ജീവിക്കാനുള്ള പ്രേരണ നൽകുന്നത് ഈ വർഷങ്ങളുടെ മാറ്റങ്ങൾ. അടുത്ത പ്രതീക്ഷയാണല്ലോ നമുക്ക് ഓരോ വർഷവും മുന്നോട്ട് നയിക്കുന്നത്. നാളെ 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 നാളെ. അതെ, നമ്മളുടെ ജീവിതമെല്ലാം മുന്നോട്ട് തന്നെയാണ്. ഈ ആമ്പൽ കുളക്കടവ് ആറാട്ടുകടവും കൂടിയാണേ. അപ്പം അതൊക്കെ നോക്കി നിന്ന് ഒരു പ്രാർത്ഥനയിലൂടെ തന്നെ നമുക്ക് ഈ ഡിസംബർ 31 നമുക്കങ്ങ് ആഘോഷിക്കാം അല്ലേ. ഡിസംബർ 25 അതായത് 2025 ഡിസംബർ 31 നമുക്കങ്ങ് ആഘോഷപ്രദമാക്കാം പ്രാർത്ഥനയിലൂടെ അല്ലേ. അതിനെ നമുക്ക് സന്തോഷമായിട്ട് ഒരു ഏടും കൂടി നമ്മളങ്ങ് മറച്ചു വെക്കുകയാണ്. 2026 ഒരു ഏടിങ്ങനെ അങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ആ മറച്ചു വെച്ച ഏടും പിന്നെ തുറക്കുന്ന പിന്നീട് വരുന്ന ആ മറഞ്ഞു പോകുന്ന ഏടുകൾക്കുള്ളിലൂടെ വരുന്ന നമ്മുടെ ചിന്തകൾ, പ്രതീക്ഷകൾ എല്ലാം ആഘോഷമാക്കാനായിട്ട് നമുക്ക് 2026 ജീവിതത്തിലേക്ക് ക്ഷണിക്കാനായിട്ട്, ജീവിതത്തിലേക്ക് നമ്മളാരും ക്ഷണിച്ചില്ലെങ്കിലും 2026 വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സോട് പറയാം ക്ഷണിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ തൊഴിലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ഒരു നൈറ്റ് ഡ്രൈവിന് അങ്ങനെ ഇറങ്ങി ആഘോഷിക്കാം. 2025 ഡിസംബർ 31 അങ്ങ് ആഘോഷിക്കാം എന്ന് വിചാരിച്ച് അങ്ങ് ആഘോഷത്തിലേക്ക് അങ്ങ് പോവാണ് നമ്മൾ. അപ്പം നമ്മൾ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ ആഘോഷിച്ചിട്ടാണല്ലോ സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. രാത്രി നമ്മൾ തൃശ്ശൂരിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് കേട്ടോ, വടക്കുന്നാഥനും എല്ലാമായിട്ട് അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ മധു ബാലകൃഷ്ണൻ്റെ വെള്ളി എന്താ പറയുക എപ്പോഴും കൂടെ ഉണ്ട്. അങ്ങനെ മധു ബാലകൃഷ്ണൻ്റെ ഗാനമേളയുണ്ട്. അടിപൊളി ഗാനമേളയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് മധു ബാലകൃഷ്ണൻ സ്റ്റേജിൽ പാട്ടുപാടി അവതരിപ്പിക്കുന്നത് കാണുന്നതും കേൾക്കുന്നതും. അപ്പോൾ എനിക്കത് വല്ലാത്ത സന്തോഷമായിരുന്നു. എന്തൊരു ബാസാണോ ആളുടെ ശബ്ദത്തിന്, എന്തൊരു ഗാംഭീര്യമാണെന്നറിയാമോ. അടിപൊളിയായിരുന്നേ. അപ്പം അതൊക്കെ കണ്ടു നിന്നപ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം. എല്ലാവരും 2026 സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ 12 മണി വരെയാണ് കേട്ടോ ഈ ഗാനമേളയൊക്കെ. എല്ലാ വർഷവും 12 മണി വരെയാണ് ഉണ്ടാവാറ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഗാനമേളയൊക്കെ ഇങ്ങനെ പല സിനിമകളിലെ അടിപൊളി മധു ബാലകൃഷ്ണൻ്റെ ഐഡൻറ്റിറ്റി എന്ന് തന്നെ പറയാമല്ലോ. ഓരോ പാട്ടുകളും മധു ബാലകൃഷ്ണൻ യേശുദാസ് പാടി വെച്ചിരിക്കുന്ന പാട്ടുകളാണെങ്കിൽ
മധു ബാലകൃഷ്ണൻ വേറൊരു തലത്തിലാണ് പാടുന്നത്. എന്ത് രസമാണെന്നറിയോ. അതൊക്കെ ആഘോഷിച്ച് ഞങ്ങളെല്ലാവരും തൃശ്ശൂർക്കാരൊന്നടങ്കം നിന്നങ്ങ് തീമർത്ത് പെയ്ത് ഇങ്ങനെ കോരി ചൊരിഞ്ഞങ്ങ് നിൽക്കണ സമയത്താണടോ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോലീസുകാർ വന്നത്. 11 മണിയായി. വളരെ നിരാശയായിരുന്നു. 2031 ഞങ്ങൾക്ക് 1 മണിക്കൂറും കൂടി ഞങ്ങൾ അയ്യോ 2031 2025 ഡിസംബർ 31 കേട്ടോ. പിന്നെയും വെള്ളി എന്താ ചെയ്യുക, വെള്ളിയോട് വെള്ളി. അങ്ങനെ അതൊന്നും അവസാനിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിച്ചില്ല. ഞങ്ങളോട് പറഞ്ഞു പരിപാടിയൊക്കെ കഴിഞ്ഞൂന്ന്. അങ്ങനെ എനിക്ക് തോന്നുന്നു മധു ബാലകൃഷ്ണനും കുറച്ച് വിഷമം തോന്നിയോ എന്തോ, ആളും അത് പ്രകടിപ്പിച്ച പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ആകെ ഒരു എന്നുവെച്ചാൽ നമ്മളെങ്ങും ഈ ഒരു പ്രകമ്പനം ഇങ്ങനെ കൊള്ളിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നങ്ങനെ നമ്മളെങ്ങും വൃത്തി വെച്ചിട്ട് ഡും പറഞ്ഞിട്ട് എടുത്തിട്ട പോലെ എല്ലാവരും ഭയങ്കര സൈലൻ്റായി പോയി. അത്രയും രസമായിരുന്നു. ഒന്നുപോലും നമുക്ക് മോശമെന്ന് തോന്നുന്ന രീതിയിലുണ്ടായിരുന്നില്ല. എല്ലാ പാട്ടുകളും അത്രയും രസമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും ആവേശം കൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴേക്കും എല്ലാ പരിപാടിയും അങ്ങ് തീർന്നു. പക്ഷെ നമ്മൾ തൃശ്ശൂർക്കാർ തോൽക്കോ? ആരും തോൽക്കില്ല മക്കളെ. നമ്മളങ്ങ് എത്തി നമ്മുടെ വടക്കുന്നാഥ മൈതാനത്തേക്ക്, തേക്കിൻകാട് മൈതാനത്തേക്ക്, നമ്മുടെ തെക്കേ നടയിലേക്ക് എല്ലാവരും വന്നങ്ങ് ചേർന്ന് അവിടെ അങ്ങോട്ട് ഇരിപ്പായി. നമ്മൾ 2026 അങ്ങ് സന്തോഷിപ്പിക്കാൻ അല്ലേ. എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് 2020 ഓരോ സെക്കൻഡ്സും ഓരോ മിനിറ്റും ഓരോ നിമിഷവും ഇങ്ങനെ നോക്കി 12 മണിയാണ് 12 മണി 2026 ഇതാ എത്തി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ആഘോഷപൂർവ്വം ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും എല്ലാവരും മൊബൈലൊക്കെ കൊളുത്തി, മൊബൈൽ കത്തിക്കല്ലേ കൊളുത്തല്ല അപ്പോഴും വെള്ളി എന്നാലും വേണ്ടില്ല. 2026 മൊബൈലൊക്കെ ഇങ്ങനെ കത്തിച്ച് ലൈറ്റ്സൊക്കെ ഇട്ട് എല്ലാവരും എല്ലാത്തിനും സാക്ഷി നമ്മുടെ വടക്കുന്നാഥൻ. നമ്മൾ പോലെ നമ്മൾ 25 26 കൂടി കൈ കൊടുക്കുന്നത് ഇവിടെ തെക്കേ നടയിൽ വെച്ചിട്ടാണ്. നമ്മൾ തൃശ്ശൂർക്കാരെ എല്ലാവരും കൂടി 2025 കൈ കൊടുത്തങ്ങ് വിട വാങ്ങുകയാണേ. 2026 കൈ കൊടുത്ത് ഈ വടക്കുന്നാഥ മുറ്റത്ത് വെച്ചിട്ടാണ് എൻ്റെ മക്കളെ. വന്നു 1 2 3 സ്റ്റാർട്ട്. 2026 ഹാപ്പി ന്യൂ ഇയർ. ഇതാണ് മക്കളെ ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ട് വിരിഞ്ഞ് എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയണ ഒരു വികാരം ഉണ്ടല്ലോ. അങ്ങനെ നമ്മുടെ 2026 എത്തിപ്പോയി. എല്ലാവരും തേക്കിൻകാട് മൈതാനത്ത് നിന്ന് എല്ലാവരും കൂടി ഒരു ശബ്ദം, ഒരേ ശ്വാസം, ഒരേ ലെവലില് എല്ലാവരുടെയും സന്തോഷം. അങ്ങനെ അതെല്ലാവരും ഒന്നായി നിൽക്കണം. കണ്ടില്ല നിറഞ്ഞു. അജിന്തി പ്രസ ഫാമിലി സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ.